ആദ്യം നോക്കാൻ പോകുന്നത് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്, സപ്തഗിരി മെഡിക്കൽ കോളേജ്, ഏനപ്പോയ, ഹർഷ പെസ് യൂണിവേഴ്സിറ്റി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്, അതായത് ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയുടെ പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് നിങ്ങൾ ചോദിച്ച കോളേജുകൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അതൊരു മെഡിക്കൽ കോളേജാണ്. അവിടെ ഓൾമോസ്റ്റ് മെഡിക്കൽ കോഴ്സുകളെല്ലാം വരുന്നുണ്ട്. MBBS, നഴ്സിംഗ്, അങ്ങനെ പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം വരുന്നുണ്ട് അവിടെ. പിന്നെ നമുക്ക് ഈ കോളേജ് കുറച്ചൊരു വലിയൊരു ക്യാമ്പസ് ആണ്. ഇതിന്റെ അണ്ടറിൽ കുറച്ച് ക്യാമ്പസും കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ദേവനഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു 1.5 ഹവർ ഉണ്ട് അങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ്. സോ അതൊരു എയർപോർട്ട് റൂട്ടാണ്. പക്ഷെ എയർപോർട്ട് റൂട്ട് ആണെങ്കിലും നമുക്ക് ട്രാവലിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അഫിലിയേഷൻസ് ഉള്ള ക്യാമ്പസ് ഏതാണോ ആ ക്യാമ്പസ് നോക്കി അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. മലയാളീസ് ഉണ്ട്. കോളേജ് നല്ല കോളേജാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈയിടെയായിട്ട് കോളേജിന്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, ആവശ്യത്തിന് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കോളേജിന്. സോ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അഫിലിയേഷൻസ് ഉള്ള ക്യാമ്പസ് നോക്കി തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹർഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഹർഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ ഈ ഹർഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ വരുന്നത് 2 ക്യാമ്പസുകളാണ്. ഒന്ന് ഹർഷ കോളേജ് ഓഫ് നഴ്സിംഗും അതേപോലെ തന്നെ വിക്ടറി. ഈ ഹർഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്വന്തം ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് ഹർഷ കോളേജ് ഓഫ് നഴ്സിംഗ് വരുന്നത്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നിലമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ട്രാവലിംഗ് കുറച്ചും കൂടി എളുപ്പം, മറ്റേ ക്യാമ്പസിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ഈ ഹർഷ ഹോസ്പിറ്റൽ ഇരിക്കുന്നതിന്റെ അടുത്തുള്ള ക്യാമ്പസ് ആണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിലമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹർഷ കോളേജ് സിറ്റുവേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രാവലിംഗ് കുറച്ച് എളുപ്പമാണ്. അതായത് ഈ നിലമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു 5 to 6 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നത്. പിന്നെ ഈ കോളേജ് KNC അപ്രൂവ്ഡ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ കോളേജ്. മലയാളീസ് ഒക്കെ ഉണ്ട്, നല്ല കോളേജ്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കെങ്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറച്ച് ഫേമസ് സ്ഥലമാണത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ആ കോളേജിൽ അവൈലബിൾ ആണ്. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജാണ് രാജേശ്വരി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ. പിന്നെ മലയാളീസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ക്യാമ്പസ് ലൈഫ് അല്ലെങ്കിൽ കുറെ പ്രോഗ്രാംസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതൊരു മെഡിക്കൽ കോളേജാണ്. സോ കുട്ടികൾക്ക് റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഉണ്ട്, പക്ഷെ വലിയ രീതിക്കുള്ള ഇതില്ല, കാരണം ഇവിടെ അക്കാഡമിക്സ് അതേപോലെ തന്നെ പോസ്റ്റിംഗ്സ് ഒക്കെയാണ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് എനിക്ക് കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു കോളേജാണ് ഏനപ്പോയ എന്ന് പറഞ്ഞിട്ട്. അതായത് അതൊരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്. അതിന് 2 ക്യാമ്പസ് വരുന്നുണ്ട്. ഒന്ന് ബാംഗ്ലൂരും ഒന്ന് മാംഗ്ലൂരും ആണ് വരുന്നത്. അപ്പോ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഇവിടെ ബാംഗ്ലൂരിലുള്ള ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ മാംഗ്ലൂരുള്ള കോളേജാണ് കുറച്ചും കൂടെ ബെറ്റർ. ബാംഗ്ലൂരിലുള്ള കോളേജ് നല്ലതാണ്, പക്ഷെ മാംഗ്ലൂരുള്ള കോളേജിനാണ് കുറച്ച് അക്കാഡമിക്സ് വൈസിലാണെങ്കിലും പോസ്റ്റിംഗ്സ് വൈസിലാണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ മംഗലാപുരത്തുള്ള ഏനപ്പോയ കോളേജാണ്. സോ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ മാംഗ്ലൂരിലുള്ള ഏനപ്പോയ കോളേജ് തന്നെ പ്രിഫർ ചെയ്യാൻ നോക്കുക. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സ്ഫോർഡ് കോളേജ് ആണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിന് 2 ക്യാമ്പസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് ആണ്, അടുത്ത് ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. ഇത് രണ്ടും 2 സ്ഥലത്താണ് വരുന്നത്. ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അട്ടിബെല്ലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബൊമ്മനഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ ഓക്സ്ഫോർഡ് കോളേജ് നമുക്ക് ബാംഗ്ലൂർ സിറ്റിയുടെ അടുത്ത് തന്നെയാണ്. അതായത് നമുക്ക് ട്രാവലിംഗ് ഒക്കെ കുറച്ച് എളുപ്പമാണ് ഈ ബൊമ്മനഹള്ളിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അത് സിറ്റിയുടെ കുറച്ച് ഔട്ടറാണ്, ഒരു കർണാടക ബോർഡറിലാണ് ആ കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പോസ്റ്റിംഗ്സ് എല്ലാം സെയിം ആണ്, കറക്റ്റ് ആണ് അവിടെ തരുന്നത്. മലയാളീസ് ഉണ്ട്. പക്ഷെ ട്രാവലിംഗ് എല്ലാം എളുപ്പം വരുന്നത് ഈ ബൊമ്മനഹള്ളി എന്ന് പറയുന്ന ഈ അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, 2 കോളേജിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. രണ്ടും INC KNC അഫിലിയേറ്റഡ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജസ് ആണ് രണ്ടും. അടുത്തത് പെസ് യൂണിവേഴ്സിറ്റി ആണ്. അതായത് പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നാണ് പെസ് യൂണിവേഴ്സിറ്റിയുടെ ഫുൾ ഫോം. ഇതൊരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്. അതേപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇലക്ട്രോണിക് സിറ്റി ആണ്. നമുക്ക് ട്രാവലിംഗ് വളരെ എളുപ്പമാണ്, കാരണം ഈ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നത്. സോ ട്രാവലിംഗ് ഈസ് വെരി ഈസി.
ആൻഡ് നമുക്ക് സപ്തഗിരി മെഡിക്കൽ കോളേജിന്റെ അതേ ഫീസ് സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് പെസ്സിനും വരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റുഡന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹോസ്റ്റൽ തന്നെയാണെങ്കിലും ഒരു ലക്ഷറി ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളീസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഫുഡും ഓക്കെയാണ്. എല്ലാം കൊണ്ട് നല്ലതാണ്. പ്രോഗ്രാംസും ഉണ്ട്. സോ പെസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല കോളേജാണ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്തഗിരി മെഡിക്കൽ കോളേജ് ആണ്. അത് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കോഴ്സസ് അവിടെ വരുന്നുണ്ട്, നഴ്സിംഗ് മാത്രമല്ല. പിന്നെ നമുക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജാണ് സപ്തഗിരി കോളേജ് എന്ന് പറയുമ്പോൾ. അതിന്റെ ലൊക്കേഷൻ വരുന്നത് ചിക്ബാനവരെയാണ്. നമുക്ക് ട്രാവലിംഗ് കുറച്ച് എളുപ്പമാണ്, കാരണം അതിന്റെ ഒരു 5 to 6 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ, ദാസരള്ളി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മലയാളീസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 4 വർഷം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ പ്ലേസ്മെന്റും അവിടെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ ലിമിറ്റഡ് ആണ് പ്രോഗ്രാംസ്. പിന്നെ ഈ സപ്തഗിരി കോളേജ് സിറ്റുവേറ്റ് ആയിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് കുറെ ഷോപ്സുകൾ ഉണ്ട്. അതേപോലെ നമുക്ക് കേരള ഫുഡ് കിട്ടുന്ന ഒത്തിരി കടകൾ അതിന്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നത് കമ്പൽസറി അല്ല. ഹോസ്റ്റലിൽ നിൽക്കേണ്ടവർക്ക് നിൽക്കാം, അതല്ലാത്തവർക്ക് നമുക്ക് പുറത്ത് PG എടുത്ത് അല്ലെങ്കിൽ റൂം എടുത്ത് നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇനി നിങ്ങൾക്ക് അറിയേണ്ട കോളേജസുകളെല്ലാം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ DM ചെയ്യുക. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ദിസ് ഇസ് മീ ഹ്യൂമൻസ് ആണ് സൈനിങ് ഓഫ്.